നമസ്കാരം. നമ്മുടെ ശരീരത്തിലെ രക്തയോട്ടം ഒരു പുഴ പോലെയാണ്. തടസ്സങ്ങളില്ലാതെ അത് ഒഴുകിക്കൊണ്ടേയിരിക്കണം. എന്നാൽ ഈ ഒഴുക്കിനിടയിൽ എവിടെയെങ്കിലും ഒരു തടസ്സം അഥവാ രക്തം കട്ടപിടിക്കുന്നത് സംഭവിച്ചാൽ അത് വലിയ അപകടങ്ങളിലേക്ക് നയിച്ചേക്കാം. ശ്വാസം മുട്ടലോ കാലിലെ പെട്ടെന്നുണ്ടാകുന്ന വീക്കമോ ആയി ശരീരം തരുന്ന ഈ അപായ സൂചനകളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു നിർണായക പരിശോധനയുണ്ട്. അതാണ് ഡി-ഡൈമർ ടെസ്റ്റ്. എന്താണ് ഈ പരിശോധന? ഇത് എപ്പോഴാണ് അനിവാര്യമാകുന്നത്? ഈ സുപ്രധാനമായ ബന്ധത്തെക്കുറിച്ച് ഇവ മെഡിക്കൽ സീരീസിലൂടെ ഇന്ന് നമ്മൾ വിശദമായി ചർച്ച ചെയ്യുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഡി-ഡൈമർ ടെസ്റ്റിനെ കുറിച്ചാണ്. ലളിതമായി പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അസാധാരണമായ രീതിയിൽ രക്തം കട്ടപിടിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുവാൻ ഡോക്ടർമാരെ സഹായിക്കുന്ന ഒരു രക്തപരിശോധനാ രീതിയാണിത്. രക്തക്കുഴലുകളിൽ രൂപപ്പെടുന്ന രക്തക്കട്ടകൾ അലിഞ്ഞു പോകുമ്പോൾ പുറത്തുവിടുന്ന ഡി-ഡൈമർ എന്ന പ്രോട്ടീൻ കണികകളുടെ അളവാണ് ഈ പരിശോധനയിലൂടെ അളക്കുന്നത്. സാധാരണഗതിയിൽ ആരോഗ്യവാനായ ഒരാളുടെ രക്തത്തിൽ ഇതിൻ്റെ സാന്നിധ്യം വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ തീരെ ഉണ്ടാകില്ല. എന്നാൽ പരിശോധനാ ഫലത്തിൽ ഡി-ഡൈമറിൻ്റെ അളവ് കൂടുതലായി കണ്ടാൽ അത് ശരീരത്തിൽ എവിടെയോ രക്തം കട്ടപിടിച്ചിരിക്കുവാനുള്ള സാധ്യതയാണ് സൂചിപ്പിക്കുന്നത്. ഇത്തരം ഒരു സാഹചര്യത്തിൽ രോഗനിർണയം കൃത്യമായി ഉറപ്പുവരുത്തുന്നതിനായി കൂടുതൽ രക്തപരിശോധനകളോ സ്കാനിംഗ് പോലെയുള്ള പരിശോധനകളോ നടത്തുവാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ഡി-ഡൈമർ ടെസ്റ്റ് പോസിറ്റീവ് ആകുന്നത് പേടിക്കേണ്ട ഒരു കാര്യമാണ് എന്നതിലുപരി കൃത്യമായ ചികിത്സാ രീതികൾ തീരുമാനിക്കുവാൻ ഡോക്ടറെ സഹായിക്കുന്ന പ്രാഥമികമായ ഒരു മാർഗമാണെന്ന് തിരിച്ചറിയേണ്ടത് പ്രധാനമാണ്. ഈ പരിശോധനയെക്കുറിച്ച് കൂടുതൽ അറിയേണ്ട കാര്യങ്ങൾ നമുക്ക് വിശദമായി നോക്കാം. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം പങ്കുവയ്ക്കട്ടെ. ഞാൻ ഡോക്ടർ ശൈലേന്ദ്രകുമാർ. ഇവ മെഡിക്കൽ സീരീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ആരോഗ്യപരമായ ഇത്തരം അറിവുകൾ കൃത്യസമയത്ത് നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഒപ്പം ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമായി ഷെയർ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു പോകാം. ഈ പരിശോധനാ ഫലത്തെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യം ഇതിലെ പോസിറ്റീവ് ഫലമാണ്. ഡി-ഡൈമറിൻ്റെ അളവ് രക്തത്തിൽ കൂടുതലായി കാണപ്പെടുന്നത് ശരീരത്തിൽ എവിടെയെങ്കിലും രക്തം കട്ടപിടിച്ചിരിക്കാനുള്ള സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. എന്നാൽ പോസിറ്റീവ് ഫലം വന്നതുകൊണ്ട് മാത്രം ഒരാൾക്ക് രക്തം കട്ടപിടിക്കുന്ന രോഗമുണ്ട് എന്ന് ഉറപ്പിച്ചു പറയുവാൻ കഴിയില്ല. കാരണം ഈ പരിശോധനയ്ക്ക് ചില പരിമിതികളുണ്ട്. ശരീരത്തിൽ എവിടെയാണ് രക്തം കട്ടപിടിച്ചിരിക്കുന്നതെന്നോ അത് ഏത് തരത്തിലുള്ള അവസ്ഥയാണെന്നോ കൃത്യമായി തിരിച്ചറിയുവാൻ ഈ ഒരു ടെസ്റ്റ് കൊണ്ട് മാത്രം സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഡി-ഡൈമർ ടെസ്റ്റിൻ്റെ ഫലം പോസിറ്റീവ് ആണെങ്കിൽ രോഗനിർണയം കൂടുതൽ കൃത്യമാക്കുന്നതിനായി ഡോക്ടർമാർ സാധാരണയായി അൾട്രാസൗണ്ട് പരിശോധനയോ CT സ്കാനോ പോലുള്ള മറ്റ് അനുബന്ധ പരിശോധനകൾ കൂടി നിർദ്ദേശിക്കാറുണ്ട്. ചുരുക്കത്തിൽ ഗുരുതരമായ രീതിയിലുള്ള രക്തം കട്ടപിടിക്കൽ സാധ്യതകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടോ എന്ന് പ്രാഥമികമായി മനസ്സിലാക്കുവാൻ സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സൂചകമാണ് ഈ ഡി-ഡൈമർ പരിശോധന. നമ്മുടെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാകുമ്പോൾ അമിതമായി രക്തം നഷ്ടപ്പെടുന്നത് തടയുവാൻ ശരീരം തന്നെ സ്വീകരിക്കുന്ന അത്യാവശ്യമായ ഒരു പ്രതിരോധ സംവിധാനമാണ് രക്തം കട്ടപിടിക്കൽ അഥവാ ബ്ലഡ് ക്ലോട്ടിംഗ്. പ്രധാനമായും 4 ഘട്ടങ്ങളിലൂടെയാണ് ഈ പ്രക്രിയ നടക്കുന്നത്. ആദ്യ ഘട്ടത്തെ ഹീമോസ്റ്റാറ്റിസ് എന്ന് വിളിക്കുന്നു. ശരീരത്തിലെ ഒരു രക്തക്കുഴലിനോ കോശത്തിനോ പരിക്കേൽക്കുമ്പോൾ രക്തം പുറത്തേക്ക് പോകുന്നത് തടയുവാൻ ശരീരം ഉടനടി ആരംഭിക്കുന്ന പ്രവർത്തനമാണിത്. ഇതിനെ തുടർന്ന് ശരീരം ഫിബ്രിൻ എന്നറിയപ്പെടുന്ന ഒരുതരം പ്രോട്ടീൻ നൂലുകൾ നിർമ്മിക്കുന്നു. ഇവ പരസ്പരം നെയ്തെടുത്ത് ഒരു വല പോലെയായി മാറുകയും രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകൾ ഈ വലയിൽ ഒട്ടിപ്പിടിച്ച് മുറിവിലൂടെയുള്ള രക്തസ്രാവം പൂർണ്ണമായും തടയുകയും ചെയ്യുന്നു. പുറത്ത് കാണുന്ന ചിരിങ്ങുകളും ചർമ്മത്തിനടിയിലെ കറുത്ത പാടുകളും ഇത്തരത്തിൽ രൂപപ്പെടുന്ന രക്തക്കട്ടകളാണ്. എന്നാൽ മുറിവ് പൂർണ്ണമായും ഉണങ്ങിക്കഴിഞ്ഞാൽ ശരീരത്തിന് ഈ രക്തക്കട്ടകളുടെ ആവശ്യമില്ല.
ഈ ഘട്ടത്തിൽ ശരീരം പ്ലാസ്മിൻ എന്ന എൻസൈം ഉപയോഗിച്ച് ആ കട്ടയെ ചെറിയ കഷ്ണങ്ങളായി വിഘടിപ്പിച്ച് അലിയിച്ച് കളയുന്നു. ഇങ്ങനെ വിഘടിപ്പിച്ച് ഉണ്ടാകുന്ന പ്രോട്ടീൻ കഷ്ണങ്ങളെയാണ് ഫിബ്രിൻ ഡീഗ്രഡേഷൻ പ്രോഡക്ട്സ് എന്ന് വിളിക്കുന്നത്. നാം നേരത്തെ സൂചിപ്പിച്ച ഡി ഡയമർ ഇതിലൊന്നാണ്. ഇവിടെയാണ് നാം ഗൗരവമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത്. നമ്മുടെ ശരീരത്തിൽ പരിക്കുകൾ ഒന്നുമില്ലാതെ തന്നെ രക്തം കട്ടപിടിക്കുകയോ അല്ലെങ്കിൽ അലിഞ്ഞു പോകേണ്ട സമയത്ത് അവ അലിഞ്ഞു പോകാതിരിക്കുകയോ ചെയ്യുന്നത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ഇത്തരത്തിൽ ശരീരത്തിൽ വലിയ തോതിൽ രക്തം കട്ടപിടിക്കുകയും അവ അലിയുകയും ചെയ്യുമ്പോഴാണ് സ്വാഭാവികമായും രക്തത്തിൽ ഡി ഡയമറിൻ്റെ അളവ് ഉയരുന്നത്. അതുകൊണ്ട് തന്നെ ഡി ഡയമറിൻ്റെ ഉയർന്ന അളവ് രക്തം കട്ടപിടിക്കുന്ന തകരാറുകളുടെ ഒരു പ്രധാന ലക്ഷണമായി ഡോക്ടർമാർ വിലയിരുത്തുന്നു. ചുരുക്കത്തിൽ മുറിവുണക്കുവാൻ സഹായിക്കേണ്ട ഈ സ്വാഭാവികമായ പ്രക്രിയ അനാവശ്യമായി നടക്കുമ്പോൾ അത് ജീവന് തന്നെ ഭീഷണിയായേക്കാം എന്ന് നാം തിരിച്ചറിയണം. ശരീരത്തിലെ രക്തം കട്ടപിടിക്കുന്ന സങ്കീർണമായ അവസ്ഥകൾ തിരിച്ചറിയുവാനാണ് ഡോക്ടർമാർ പ്രധാനമായും ഡി ഡയമർ ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. പ്രധാനമായും 4 സാഹചര്യങ്ങളാണ് ഈ പരിശോധന നിർണായകമാകുന്നത്. ആദ്യത്തേത് ഡീപ്പ് വെയിൻ ത്രോംബോസിസ് ആണ്. ശരീരത്തിൻ്റെ ആഴത്തിലുള്ള ഞരമ്പുകളിൽ, പ്രത്യേകിച്ച് കാലിൻ്റെ താഴത്തെ ഭാഗത്തോ തുടയിലോ ഇടുപ്പിലോ രക്തം കട്ടപിടിക്കുന്ന അവസ്ഥയാണിത്. ഇത് രക്തയോട്ടം ഭാഗികമായോ പൂർണ്ണമായോ തടസ്സപ്പെടുത്തിയേക്കാം. അപൂർവമായി കൈകൾ, മസ്തിഷ്കം, കരൾ, വൃക്കകൾ എന്നിവിടങ്ങളിലെ ഞരമ്പുകളിലും ഇത് സംഭവിക്കാം. രണ്ടാമത്തേത് ഏറ്റവും അപകടകരമായ പൾമണറി എംബോളിസം ആണ്. ശരീരത്തിൻ്റെ മറ്റേതെങ്കിലും ഭാഗത്ത് രൂപപ്പെട്ട രക്തക്കട്ട രക്തത്തിലൂടെ സഞ്ചരിച്ച് ശ്വാസകോശത്തിലെ രക്തക്കുഴലുകളിൽ തങ്ങി നിൽക്കുന്ന അവസ്ഥയാണിത്. ഇത് ശ്വാസകോശത്തിലേക്കുള്ള രക്തയോട്ടം തടയുന്നതിനാൽ അടിയന്തര വൈദ്യസഹായം ആവശ്യമാണ്. മൂന്നാമതായി, ശരീരത്തിലുടനീളം അമിതമായ രീതിയിൽ രക്തം കട്ടപിടിക്കുന്ന ഡീസെമിനേറ്റഡ് ഇൻവാസ്കുലാർ കൊയാഗുലേഷൻ എന്ന സങ്കീർണ അവസ്ഥ കണ്ടെത്തുവാനും ഇതിനായി നൽകുന്ന ചികിത്സ ഫലപ്രദമാണോ എന്ന് നിരീക്ഷിക്കുവാനും ഡി ഡയമർ ടെസ്റ്റ് സഹായിക്കുന്നു. നാലാമതായി, മസ്തിഷ്കത്തിലേക്കുള്ള രക്തക്കുഴലുകളിൽ തടസ്സമുണ്ടാകുന്നത് മൂലമുണ്ടാകുന്ന സ്ട്രോക്ക് പോലുള്ള സാഹചര്യങ്ങളിലും രക്തം കട്ടപിടിക്കുന്നതിൻ്റെ സൂചനകൾ അറിയുവാൻ ഈ പരിശോധന ഉപയോഗിക്കാറുണ്ട്. സാധാരണഗതിയിൽ ആശുപത്രിയിലെ എമർജൻസി വിഭാഗത്തിലോ അഡ്മിറ്റ് ചെയ്തിരിക്കുമ്പോഴോ ആണ് ഈ പരിശോധന നടത്താറുള്ളത്. പെട്ടെന്നുണ്ടാകുന്ന ശ്വാസമുട്ടൽ, നെഞ്ചുവേദന, കാലിലെ അസാധാരണമായ വീക്കം തുടങ്ങിയ ലക്ഷണങ്ങൾ കാണുമ്പോൾ രക്തം കട്ടപിടിച്ചിട്ടുണ്ടോ എന്ന് പ്രാഥമികമായി ഉറപ്പുവരുത്തുന്നതിന് ഈ പരിശോധന വളരെ പ്രധാനമാണ്. രക്തം കട്ടപിടിക്കുന്നതുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ശരീരം ചില ലക്ഷണങ്ങളിലൂടെ മുൻകൂട്ടി കാണിക്കാറുണ്ട്. പ്രധാനമായും 2 അവസ്ഥകളിലാണ് നാം അതീവ ജാഗ്രത പാലിക്കേണ്ടത്. ഇതിൽ ആദ്യത്തേത് ഡീപ്പ് വെയിൻ ത്രോംബോസിസ് ആണ്. സാധാരണയായി കൈകാലുകളിലെ ഞരമ്പുകളിലാണ് ഇത് സംഭവിക്കുന്നത്. കൈയിലോ കാലിലോ പെട്ടെന്നുണ്ടാകുന്ന വീക്കം, നിൽക്കുമ്പോഴോ നടക്കുമ്പോഴോ അനുഭവപ്പെടുന്ന വേദന, വീക്കമുള്ള ഭാഗത്ത് അനുഭവപ്പെടുന്ന ചൂട്, ചർമ്മത്തിലുണ്ടാകുന്ന ചുവപ്പ് നിറമോ മറ്റ് നിറവ്യത്യാസമോ എന്നിവ ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. കൂടാതെ ചർമ്മത്തിന് പുറത്ത് കാണുന്ന ഞരമ്പുകൾ സാധാരണയേക്കാൾ തടിച്ചു വരുന്നത് നാം ശ്രദ്ധിക്കണം. രണ്ടാമത്തെ അവസ്ഥയായ പൾമണറി എംബോളിസം ജീവന് തന്നെ ഭീഷണിയായേക്കാവുന്ന ഒന്നാണ്. ശ്വാസകോശത്തിലെ രക്തക്കുഴലുകളിൽ തടസ്സമുണ്ടാകുന്ന ഈ അവസ്ഥയിൽ പെട്ടെന്നുണ്ടാകുന്ന ശ്വാസമുട്ടൽ അല്ലെങ്കിൽ വേഗത്തിലുള്ള ശ്വാസോച്ഛ്വാസം, ചുമയ്ക്കുമ്പോഴോ നടക്കുമ്പോഴോ അനുഭവപ്പെടുന്ന കഠിനമായ നെഞ്ചുവേദന, പുറംവേദന എന്നിവ അനുഭവപ്പെടാം. ചുമയ്ക്കുമ്പോൾ രക്തം കലർന്ന കഫം വരിക, അമിതമായി വിയർക്കുക, നെഞ്ചിടിപ്പ് കൂടുക, തലകറക്കമോ ബോധക്ഷയമോ ഉണ്ടാവുക എന്നിവയും ഇതിൻ്റെ ഗൗരവകരമായ ലക്ഷണങ്ങളാണ്. ഇവ കൂടാതെ ശരീരത്തിൽ ഉടനീളം അനാവശ്യമായി രക്തം കട്ടപിടിക്കുന്ന ഡിസെമിനേറ്റഡ് ഇൻട്രാവാസ്കുലർ കൊയാഗുലേഷൻ, തലച്ചോറിലെ രക്തയോട്ടം തടസ്സപ്പെടുന്നത് മൂലമുണ്ടാകുന്ന സ്ട്രോക്ക് എന്നീ അവസ്ഥകളിലും ഡി ഡയമർ പരിശോധന നിർണായകമാണ്. മേൽപ്പറഞ്ഞ ലക്ഷണങ്ങൾ, പ്രത്യേകിച്ച് ശ്വാസമുട്ടലോ നെഞ്ചുവേദനയോ അനുഭവപ്പെടുകയാണെങ്കിൽ ഒട്ടും വൈകാതെ തന്നെ അടിയന്തര വൈദ്യസഹായം തേടേണ്ടതാണ്. ഈ പ്രക്രിയയെ ബാധിക്കുന്ന മറ്റ് അവസ്ഥകളെക്കുറിച്ചും പരിശോധനാ രീതികളെക്കുറിച്ചും നമുക്ക് അടുത്തതായി മനസ്സിലാക്കാം. നാം ഗൗരവമായി കാണേണ്ട മറ്റൊരു അവസ്ഥയാണ് ഡിസെമിനേറ്റഡ് ഇൻട്രാവാസ്കുലർ കൊയാഗുലേഷൻ. ശരീരത്തിലുടനീളം അമിതമായി രക്തം കട്ടപിടിക്കുകയും അത് പിന്നീട് നിയന്ത്രിക്കുവാനാകാത്ത രക്തസ്രാവത്തിന് കാരണമാവുകയും ചെയ്യുന്ന സങ്കീർണമായ ഒരു സാഹചര്യമാണിത്. മോണയിൽ നിന്നുള്ള രക്തസ്രാവം, വിട്ടുമാറാത്ത ഓക്കാനം അല്ലെങ്കിൽ ഛർദി, ശക്തമായ പേശിവേദനയും വയറുവേദനയും തുടങ്ങിയവ ഇതിൻ്റെ ലക്ഷണങ്ങളാവാം. കൂടാതെ അപസ്മാരം, സാധാരണയേക്കാൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രം മൂത്രം പോവുക തുടങ്ങിയ ലക്ഷണങ്ങളും കണ്ടേക്കാം.
ഈ അവസ്ഥ നിങ്ങൾക്ക് നേരത്തെ തന്നെ ഉണ്ട് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിൽ നൽകുന്ന ചികിത്സ എത്രത്തോളം ഫലപ്രദമാണ് എന്ന് വിലയിരുത്തുവാൻ ഡോക്ടർമാർ ഇടയ്ക്കിടെ ഡി ഡയമർ ടെസ്റ്റ് ചെയ്യുവാൻ നിർദ്ദേശിക്കാറുണ്ട്. അതുപോലെ തന്നെ അതീവ ജാഗ്രത വേണ്ട ഒന്നാണ് സ്ട്രോക്ക്. തലച്ചോറിലേക്കുള്ള രക്തയോട്ടം തടസ്സപ്പെടുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. മുഖത്തോ കൈകാലുകളിലോ പ്രത്യേകിച്ചും ശരീരത്തിൻ്റെ ഒരു വശത്ത് മാത്രം അനുഭവപ്പെടുന്ന പെട്ടെന്നുള്ള തരിപ്പോ തളർച്ചയോ ഇതിൻ്റെ പ്രധാന സൂചനയാണ്. പെട്ടെന്നുണ്ടാകുന്ന അങ്കലാപ്പ്, സംസാരിക്കാൻ ബുദ്ധിമുട്ട്, മറ്റുള്ളവർ പറയുന്നത് മനസ്സിലാക്കാനുള്ള പ്രയാസം എന്നിവയും ശ്രദ്ധിക്കണം. കൂടാതെ 1 or 2 കണ്ണുകളിലുമോ കാഴ്ച പെട്ടെന്ന് മങ്ങുകയോ, നടക്കുവാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, തലയിറക്കമുണ്ടാവുക, ശരീരത്തിൻ്റെ ബാലൻസ് നഷ്ടപ്പെടുക, കാരണമെന്തെന്നറിയാത്ത കഠിനമായ തലവേദന എന്നിവ അനുഭവപ്പെട്ടാലും ഒട്ടും വൈകിക്കരുത്. ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ രോഗിയെ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കേണ്ടത് ജീവൻ രക്ഷിക്കാൻ അത്യാവശ്യമാണ്. ഡി ഡയമർ പരിശോധനയ്ക്കായി പ്രത്യേകിച്ച് മുൻകരുതൽ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. സാധാരണ രക്തപരിശോധന പോലെ തന്നെ 5 മിനിറ്റിൽ താഴെ സമയം മാത്രമേ ഇതിനാവശ്യമായി വരുന്നുള്ളൂ. കയ്യിലെ ഞരമ്പ് അണുവിമുക്തമാക്കിയ ശേഷം ഒരു ചെറിയ സൂചി ഉപയോഗിച്ച് രക്തം ശേഖരിക്കുന്നു. ഈ പരിശോധനയുടെ ഫലങ്ങൾക്ക് സാർവത്രികമായി നോർമൽ റേഞ്ച് ഇല്ല എന്നതുകൊണ്ട് തന്നെ ഓരോ ലാബിലെയും രീതികൾക്കനുസരിച്ച് മാറ്റങ്ങൾ വന്നേക്കാം. ഫലം നെഗറ്റീവ് ആണെങ്കിൽ ശരീരത്തിൽ അപകടകരമായ രീതിയിൽ രക്തം കട്ടപിടിച്ചിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. എന്നാൽ ഫലം പോസിറ്റീവ് ആണെങ്കിൽ അത് രക്തം കട്ടപിടിച്ചതിൻ്റെ സൂചനയാകാം. എങ്കിലും ഗർഭാവസ്ഥ, ഹൃദ്രോഗം, അണുബാധകൾ, അടുത്തിടെ കഴിഞ്ഞ ശസ്ത്രക്രിയ എന്നിവ മൂലവും ഡി ഡയമർ ഉയർന്ന നിലയിൽ കാണപ്പെടാറുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ കൂടുതൽ വ്യക്തതയ്ക്കായി ഡോപ്ലർ അൾട്രാസൗണ്ട്, CT ആൻജിയോഗ്രാഫി അല്ലെങ്കിൽ VQ സ്കാൻ പോലുള്ള പരിശോധനകൾ ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട്. ചുരുക്കത്തിൽ ശരീരത്തിലെ അസാധാരണമായ രക്തം കട്ടപിടിക്കൽ നേരത്തെ കണ്ടെത്തുവാൻ ഡി ഡയമർ പരിശോധന സഹായിക്കുന്നു. പെട്ടെന്നുണ്ടാകുന്ന ശ്വാസമുട്ടലോ നെഞ്ചുവേദനയോ കണ്ടാൽ ഒട്ടും വൈകാതെ അടിയന്തര വൈദ്യസഹായം തേടാൻ ശ്രദ്ധിക്കുക. പരിശോധന ഫലത്തിൽ ഡി ഡയമറിൻ്റെ അളവ് കൂടുതലായി കാണുന്നത് നിങ്ങളിൽ അല്പം സമ്മർദ്ദമുണ്ടാക്കുകയില്ല. എന്നാൽ ഓർക്കുക, ഡി ഡയമറിൻ്റെ അളവ് കൂടിയതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് രക്തം കട്ടപിടിക്കുന്ന ഗൗരവകരമായ രോഗമുണ്ട് എന്ന് അർത്ഥമില്ല. നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗർഭാവസ്ഥയോ സാധാരണ അണുബാധകളോ മുതൽ പ്രായക്കൂടുതൽ വരെ മറ്റ് പല കാരണങ്ങളാലും ഈ അളവ് ഉയരുവാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ പരിശോധനാ ഫലം അസാധാരണമാണെങ്കിൽ കൃത്യമായ രോഗനിർണയത്തിനായി ഡോക്ടർമാർ മറ്റ് അനുബന്ധ പരിശോധനകൾ കൂടി നിർദ്ദേശിച്ചേക്കാം. ഫലത്തെക്കുറിച്ചോ തുടർന്നുള്ള ചികിത്സാ രീതികളെക്കുറിച്ചോ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കാൻ ഒട്ടും മടിക്കരുത്. ഏറെ പ്രാധാന്യമുള്ള ഈ അറിവ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുവാൻ മറക്കരുത്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അവയ്ക്ക് മറുപടി നൽകുവാൻ ഞാൻ തീർച്ചയായും ശ്രമിക്കുന്നതായിരിക്കും. കൂടുതൽ ആരോഗ്യ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഇവ മെഡിക്കൽ സീരീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു ആരോഗ്യ വിഷയവുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഏവർക്കും ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊണ്ട് വിട പറയുന്നു. ഞാൻ ഡോക്ടർ ശൈലേന്ദ്രകുമാർ. ആരോഗ്യത്തോടെ ഇരിക്കും, സന്തോഷത്തോടെ ജീവിക്കും. ഏവർക്കും ഒരു ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.